ഹലോ ഗായ്സ്, ഞാൻ ആദ്യമായിട്ടോ ഒരു വോയിസിൽ വരുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് പകൽ മുഴുവൻ ഇരുന്നപ്പോഴേ നമ്മുടെ തൃശ്ശൂർ പൂരമല്ലേ, പകലൊന്നും ഇറങ്ങാനായിട്ട് രക്ഷയില്ല, ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ മക്കളെ സമാധാനിപ്പിച്ച് വൈകുന്നേരം നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങളതുപോലെ വൈകുന്നേരം ഒന്ന് ഇറങ്ങി. ഇങ്ങനെ നടക്കാനായിട്ട് എന്ത് രസമെന്നറിയോ, തൃശ്ശൂർ പൂരം ഇല്ലെങ്കിലും ഞങ്ങളങ്ങനെ വൈകുന്നേരം നടക്കും. അപ്പോൾ ഞങ്ങൾ ദേ കുഞ്ഞ് മുറുക്കൊക്കെ എടുത്ത് വെറുതെ വായിലിട്ട് നടന്ന് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു റോട്ടിൽ. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ നടന്നപ്പോഴുണ്ട് ഒരു ആന. അപ്പം എനിക്ക് പേരൊന്നും അറിയില്ല. അപ്പം ഞങ്ങളങ്ങനെ ഇതേ വടക്കുന്നാഥ അമ്പലത്തിൻ്റെ മൈതാനത്തിലേക്ക് ഒന്ന് കയറി. അവിടെ കയറിയപ്പോൾ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എന്തൊക്കെ മേടിച്ച് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കെല്ലാം മേടിച്ച് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഒരു സംഭവം കണ്ടത് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിൽക്കുന്ന ആളുകളും കൊണ്ടൊന്നും കുടിച്ചില്ല എന്നാണ് രസം. ഞങ്ങളപ്പോൾ ഈ കരിക്ക് ജ്യൂസ് ഒന്ന് കഴിച്ചിരുന്നു. കാരണം ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം സ്ഥലമാണ്. ഞങ്ങൾ ഈ വടക്കുന്നാഥ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം, എല്ലാ ദിവസവും എന്നല്ല, ഇടയ്ക്ക് മിക്കപ്പോഴും ഞങ്ങൾ പോയിരിക്കാറുണ്ട് വൈകുന്നേരം കേട്ടോ. അപ്പോൾ കണ്ട ഗൈസ്, നമ്മുടെ പന്തൽ കണ്ട എന്തു രസമല്ലേ പന്തൽ കാണാനായിട്ട്. നമ്മൾ തൃശ്ശൂർ നാട്ടിലുള്ള ആളുകൾക്കുണ്ടല്ലോ, അതൊക്കെ ഒരു രസമാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് വിശന്ന് അണ്ണം പാടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് നല്ല കനത്തിലായിക്കോട്ടെ എന്ന് വെച്ച് ഫ്രൈഡ് റൈസ് കഴിക്കാൻ കയറി. അപ്പോഴാണ് ഗൈസ് ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മോശമായിരുന്നു ഫുഡ്. എങ്കിലും കുഴപ്പമില്ല, പൈസ കൊടുത്തതല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ പാഴ്സൽ ഇങ്ങോട്ട് കവറിൽ മേടിച്ചു. ഇങ്ങനെ നടന്ന് വീണ്ടും ഞങ്ങളിവിടെ എത്തി. ഞങ്ങളുടെ വണ്ടി അപ്പുറ സൈഡിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം